ആധ്യാത്മികതയും ഭൗതികതയും സഭയുടെ അബദ്ധ പ്രബോധനങ്ങൾ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ എപ്പിസോഡിൽ പാപവും പുണ്യവും സംബന്ധിച്ച സഭാ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ നാം നോക്കിക്കാണുകയുണ്ടായി. സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ ഒരു പിഴവ് വന്നാൽ അത് സഭയുടെ മുഴുവൻ പ്രബോധനങ്ങളിലും പ്രതിഫലിക്കും. സഭയുടെ പാപപുണ്യ സങ്കല്പങ്ങളിൽ നാം കണ്ട അതേ വൈരുദ്ധ്യങ്ങൾ ആധ്യാത്മികതയെയും ഭൗതികതയെയും കുറിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങളിലും പ്രതിഫലിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാനാകും. അതിലേക്ക് വെളിച്ചം വീശുക എന്നതാണ് ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആധ്യാത്മികത, ഭൗതികത എന്നീ വാക്കുകൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ച് വളരെയേറെ അവ്യക്തതകളും തെറ്റിദ്ധാരണകളുമാണ് വിശ്വാസികളിൽ ഇന്ന് നിലനിൽക്കുന്നത്. പാപപുണ്യങ്ങളും നന്മതിന്മകളും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതുപോലെ ആധ്യാത്മികതയെയും ഭൗതികതയും തിരിച്ചറിയാനുള്ള ശേഷിയും സഭാവിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പൗരോഹിത്യവും മതസംവിധാനങ്ങളും ഈ വാക്കുകളുടെയെല്ലാം വ്യാഖ്യാനാധികാരം കുത്തക അവകാശമാക്കിയിരിക്കുന്നതിനാൽ തനതായ ഒരു അന്വേഷണം ആരും തന്നെ നടത്തുന്നില്ല താനും. അതുകൊണ്ടാണ് പൗരോഹിത്യത്തിന് പിറകെ മനുഷ്യർ കണ്ണും പൂട്ടി നീങ്ങുന്നതും സഭയിലും സമുദായത്തിലും ഇത്രയേറെ മൂല്യച്യുതി സംഭവിക്കുന്നതും. ഇതേ ദുർഗതി ഏറിയോ കുറഞ്ഞോ എല്ലാ പുരോഹിത മതങ്ങളിലും നടന്നു വരുന്നു. ഈ വൈതരണിയിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാൻ ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് ഓരോ മതസ്ഥരും തികഞ്ഞ അവബോധം നേടേണ്ടതുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ മതങ്ങളും മനുഷ്യരും ഇപ്പോൾ ആയിരിക്കുന്ന ദുരവസ്ഥയെ കണ്ടു മനസ്സിലാക്കാനും അതിനെ സൃഷ്ടിപരമായി വിമർശിക്കാനും നവീകരിക്കാനും കഴിയൂ. സംഘടിത പുരോഹിത മതസംവിധാനങ്ങൾ ജനഹൃദയങ്ങളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് അവ അവതരിപ്പിക്കുന്ന ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ വിശ്വസിച്ച് അനുഷ്ഠാനങ്ങൾ ആചരിച്ച് നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നതാണ് ആധ്യാത്മികതയും മതജീവിതവും. ഈ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യമാകട്ടെ ആത്മരക്ഷ നേടി സ്വർഗം പോകുക എന്നതും. മനുഷ്യർ ഈ പുരോഹിത മത ആധ്യാത്മികതയിൽ ആകൃഷ്ടരാകുന്നതിന് പ്രധാന കാരണം സ്വർഗപ്രാപ്തി എന്ന സ്വകാര്യ നേട്ടമാണ് എന്ന് ചുരുക്കം. രോഗശാന്തി, സാമ്പത്തിക അഭിവൃദ്ധി തുടങ്ങി വേറെയും ധാരാളം നേട്ടങ്ങൾ ഈ മത ആധ്യാത്മികത വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ നാം അന്വേഷിക്കേണ്ടത് സ്വകാര്യ നേട്ടങ്ങൾ ലക്ഷ്യമാക്കുന്ന മനോഭാവവും പ്രവൃത്തികളും ആധ്യാത്മികമാകുമോ എന്നതാണ്. ജീവിതത്തിൻ്റെ നിയമം യേശു വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നിശ്ചയമായും ആധ്യാത്മികതയുടെ നിയമവും കൂടിയാണ്. യേശു പറഞ്ഞത് ദൈവത്തെ സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നും മറ്റുള്ളവരെ അവനവനെ എന്ന പോലെ സ്നേഹിക്കണമെന്നുമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോടും പെരുമാറണമെന്നാണ്. ഈ രണ്ട് യേശു സൂക്തങ്ങളെയും തുടർന്ന് എല്ലാ നിയമങ്ങളും പ്രവാചകരും ഇതിൽ അടങ്ങിയിരിക്കുന്നുവെന്നും യേശു പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനർത്ഥം മറ്റൊന്നും തന്നെ സിദ്ധാന്ത വിശ്വാസമോ അനുഷ്ഠാനങ്ങളുടെ ആചരണമോ പുരോഹിത നിയമങ്ങളുടെ പാലനമോ ഒന്നും തന്നെ മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിന് ആവശ്യമുള്ളതല്ല എന്ന് തന്നെയാണ്. അതെല്ലാം ഓരോരുത്തരിലും തങ്ങളുടെ ഇഹത്തിലും പരത്തിലുമുള്ള ആഗ്രഹപൂർത്തിയെക്കുറിച്ച് വ്യാമോഹമുണർത്തി അവരെ കൂടുതൽ കൂടുതൽ അവനവൻ കേന്ദ്രീകൃതരാക്കുകയാണ്, സ്വകാര്യമാത്രപരരാക്കുകയാണ് ചെയ്യുന്നത്. സ്വകാര്യമാത്രപരത എന്നാൽ തന്നെ മാത്രം സ്നേഹിക്കുന്ന, മറ്റാരുടെയും കാര്യത്തിൽ താല്പര്യമില്ലാത്ത മനോഭാവം എന്നർത്ഥം. തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാനുള്ള മനോഭാവത്തിൻ്റെ അഭാവമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് യേശു മുന്നോട്ട് വെച്ച ആധ്യാത്മികതയുടെ നിഷേധമാണിത് എന്ന് കാണാം. ആധ്യാത്മികതയുടെ നിഷേധത്തെ ഭൗതികത എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാനാവുക? ഭൗതികത അഥവാ മെറ്റീരിയലിസം എന്നാൽ പണത്തോടും ഭൗതിക വസ്തുക്കളോടുമുള്ള മമതയാണ് എന്നൊരു ധാരണ പൊതുവെ ഉണ്ട്. എന്നാൽ ഭൗതികതയുടെ മാനദണ്ഡം ഭൗതിക വസ്തുക്കളോടുള്ള മമതയല്ല, പകരം അവനവനോട് മാത്രമുള്ള മമതയാണ് എന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ കണ്ടെത്താനാകും. അതായത് ഭൗതികത എന്നാൽ തനിക്ക് സുഖം തരുന്ന എന്തിനോടുമുള്ള മമതയാണ്, അവനവനിൽ കേന്ദ്രീകരിച്ചുള്ള സുഖ ആർത്തിയാണ്. അത് ഭൗതിക വസ്തുക്കളോടാകണമെന്നില്ല, പരലോകത്താടായാലും ഭൗതികത തന്നെ. മരണശേഷം പരലോകത്ത് എനിക്ക് അനന്തമായ സ്വർഗസുഖം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇഹലോകത്ത് ബ്രഹ്മചര്യം പാലിച്ചു കൊള്ളാം, ദാരിദ്ര്യവ്രതം എടുത്തുകൊള്ളാം, നോമ്പ് നോറ്റുകൊള്ളാം എന്നൊക്കെ ചിന്തിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ദൈവവുമായി ഭൗതിക തലത്തിൽ ഒരു ലാഭക്കച്ചവടത്തിൽ ഏർപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്നോർത്ത് നോക്കുക. അവനവനോട് മാത്രമുള്ള മമതയല്ലേ, സ്വകാര്യമാത്രപരതയല്ലേ, സ്വന്തം സുഖാർത്ഥിയല്ലേ ഇവിടെ വെളിപ്പെടുന്നത്? അത് ഭൗതികതയല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ആധ്യാത്മികനാകാൻ ഈ ലോകത്തെയും
സ്വശരീരത്തെ തന്നെയും പിശാചിനെ എന്ന വണ്ണം നിഷേധിക്കേണ്ടതുണ്ട് എന്നൊരു ചിന്തയും മനുഷ്യ മനസ്സുകളിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് പുരോഹിത മതങ്ങൾ. അതായത് ഈശ്വര സൃഷ്ടിയായ ഈ ഭൗതിക പ്രപഞ്ചത്തിനും അതൊരുക്കി വച്ചിരിക്കുന്ന അനന്തമായ സുന്ദര വസ്തുക്കൾക്കും ദൃശ്യങ്ങൾക്കും നേരെയും ദൈവം തൻ്റെ ആലയമാക്കി സൃഷ്ടിച്ചു തന്നിരിക്കുന്ന സ്വന്തം ശരീരത്തിനും അതിലൊരുക്കി വച്ചിരിക്കുന്ന അത്ഭുതാവഹമായ അനുഭൂതികൾക്കും നേരെയും മനുഷ്യൻ കണ്ണടച്ചാലേ അവൻ്റെ നേരെ ദൈവം കണ്ണു തുറക്കൂ എന്ന്, സ്വയം പീഡനവും ജീവിത നിഷേധവുമാണ് ആധ്യാത്മികത എന്ന്, ദൈവത്തിൻ്റെ ശില്പവേലകളെയെല്ലാം പുച്ഛിച്ചു തള്ളിയാലേ ശില്പിയായ ദൈവം പ്രസാദിക്കൂ എന്ന ഈ തലതിരിഞ്ഞ ക്രിസ്തീയ ചിന്ത എത്രയോ തലമുറകളെയാണ് ആത്മപീഡകരും സ്വയം നിന്ദകരും ജീവിത നിഷേധികളുമാക്കി മാറ്റുകയുണ്ടായത്. ഒരേ സമയം ഈ ലോകത്തിലും സ്വന്തം ശരീരത്തിലും ജീവിക്കുകയും അതേസമയം തന്നെ അവയോട് പൊരുതേണ്ടി വരികയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വ്യക്തിത്വ വിഘടനമാണ്. ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ്റെ എല്ലാ കാപട്യങ്ങൾക്കും നിദാനമായിരിക്കുന്നത് വ്യക്തിത്വത്തിൽ സംഭവിക്കുന്ന ഈ പിളർപ്പാണ് എന്ന് കാണാം. ആധ്യാത്മികത എന്നാൽ ത്യാഗവും സഹനവും ദാരിദ്ര്യവുമാണെന്ന ധാരണ ഈ വ്യാജ മത ആധ്യാത്മികതയുടെ മറ്റൊരു അനുബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആധ്യാത്മികത എല്ലാവർക്കും പ്രാപ്യമല്ലെന്നും ക്ലേശകരവും ലോകജീവിതത്തിൽ നഷ്ടവുമാണെന്നുമുള്ള ചിന്താഗതി പരക്കാൻ ഇടയായിട്ടുണ്ട്. വാസ്തവത്തിൽ ആർക്കും ഒരു ഗുണവും ചെയ്യാത്ത ത്യാഗവും സഹനവും ദാരിദ്ര്യം ഭരിക്കലുമൊക്കെ ദൈവനിഷേധമല്ലാതെ മറ്റെന്താണ്? മറ്റുള്ളവരെ തന്നെ എന്ന പോലെ കാണുന്ന മനോഭാവമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യുമ്പോഴും അതിൽ ത്യാഗഭാവമല്ല ഉണ്ടാവുക, മറിച്ച് കൃതാർത്ഥതാഭാവം എന്ന സന്തുഷ്ടഭാവമാണ്. അത് ജീവിതത്തിൽ ലാഭമാണ്, നഷ്ടമല്ല. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ത്യാഗ സഹന മനോഭാവത്തോടെ അല്ലല്ലോ, സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടിയല്ലേ. അവിടെ നഷ്ടമല്ലല്ലോ, സംതൃപ്തി എന്ന ലാഭമല്ലേ ഉണ്ടാകുന്നത്. ഇവിടെയെല്ലാം യേശുവിൻ്റെ ലളിതവും വ്യക്തവുമായ പ്രബോധനം നമ്മുടെ മാർഗദർശനത്തിനെത്തുന്നു. തന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് താൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുമ്പോൾ എല്ലാ നിയമങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു എന്നതാണത്. ഇവിടെ സ്വയം സ്നേഹത്തെ സ്വാഭാവികമായ ഒരു ആവശ്യമായി, അനിവാര്യതയായി യേശു അംഗീകരിക്കുന്നു. സ്വയം സ്നേഹിക്കണം. എന്നാൽ ഈ സ്വയം സ്നേഹത്തിൽ നിന്ന് പരസ്നേഹത്തിലേക്ക് കൂടി മനുഷ്യൻ നടന്നു മുന്നേറണമെന്ന് മാത്രം. സ്വയം വളരണം. എന്തിന്? മറ്റുള്ളവരെ കൂടി വളർത്താനുള്ള ശേഷി ആർജിക്കാൻ. നൽകപ്പെട്ടിരിക്കുന്ന സിദ്ധി വൈഭവങ്ങളും സർഗശേഷികളും കർമ്മോത്സാഹവും കുഴിച്ചുമൂടാതെ വ്യക്തിപരമായി പരിപോഷിപ്പിക്കണം. എന്തിന്? അതിൻ്റെ നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രയോജനപ്പെടുത്താൻ. ആകണം. എന്തിന്? അവസാനക്കാരനായി സ്വയം മാറി അവസാനക്കാരനെ കൂടി ഒന്നാം നിരയിലെത്തിക്കാൻ. സ്വാർത്ഥതയാകാം. ആ സ്വാർത്ഥതയെ മനുഷ്യരാശിയുടെ ആകെ സ്വാർത്ഥതയായി വികസിപ്പിക്കുമെങ്കിൽ തനിക്ക് സന്തോഷം നൽകുന്ന വിധത്തിൽ മറ്റുള്ളവർ പെരുമാറണമെന്ന മനുഷ്യസഹജമായ ആഗ്രഹം ഉപേക്ഷിക്കണമെന്ന് യേശു ഒരിക്കലും പറയുന്നില്ല എന്നോർക്കുക. പക്ഷേ അതേ ന്യായത്താൽ തന്നെ മറ്റുള്ളവരോടും അപ്രകാരം പെരുമാറണമെന്ന് മാത്രം. യാതൊരുവിധ പിളർപ്പുകൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇട നൽകാതെ എത്രയോ യുക്തിഭദ്രമായും സരളമായും സമൂർത്തമായുമാണ് യേശു തൻ്റെ ദൈവരാജ്യ പൗരത്വത്തിൻ്റെ യോഗ്യതാമൂല്യങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദൈവം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ സുഖസമൃദ്ധികളും ആസ്വദിക്കാം. അതെല്ലാം മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാൻ തയ്യാറെങ്കിൽ ഇവിടെ ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും മാനദണ്ഡം സ്വയം വ്യക്തമാവുകയാണ്. പങ്കുവയ്ക്കാൻ സന്തോഷമെങ്കിൽ അത് ആധ്യാത്മികത, മറിച്ചാണെങ്കിൽ ഭൗതികത. അവനവനോടും മറ്റുള്ളവരോടുമുള്ള മനോഭാവം പോസിറ്റീവ് ആണെങ്കിൽ ആധ്യാത്മികത, നിഷേധാത്മകമാണെങ്കിൽ ഭൗതികത. മറ്റുള്ളവരിലേക്ക് ഹൃദയം വിടർത്തി പരിമളം പരത്തുന്നത് ആധ്യാത്മികത, പരിമളം വിട്ടുകൊടുക്കുവാൻ മടിച്ച് ഹൃദയം കൂമ്പി അടയ്ക്കുന്നത് ഭൗതികത. പച്ച മലയാളത്തിൽ പരാർത്ഥതാ ഭാവമാണ് ആധ്യാത്മികത, സ്വകാര്യമാത്രപരത ഭൗതികതയും. മനുഷ്യ സഹജമായ സ്വാർത്ഥതയെ അവനവനിലേക്ക് മാത്രമായി സങ്കോചിപ്പിച്ചാൽ അത് സ്വകാര്യമാത്രപരതയായി, ഭൗതികതയായി. അതേ സ്വാർത്ഥതയെ തന്നെ സമൂഹത്തിന് വേണ്ടിയെന്ന, മനുഷ്യരാശിക്ക് വേണ്ടിയെന്ന വലിയ സ്വാർത്ഥതയിലേക്ക്, സംസ്കൃതിയിലേക്ക് വികസിപ്പിച്ചാൽ പരാർത്ഥതയായി, ആധ്യാത്മികതയായി. ഈ പരാർത്ഥതാഭാവത്തിൻ്റെ പരമോന്നത അവസ്ഥയെ ദൈവികത എന്നും വിളിക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ആധ്യാത്മികത എന്നാൽ സ്നേഹവും അതിൻ്റെ ഫലമായ ഉദാരമനസ്കതയുമാണ്. ജീവിതത്തോട് മൊത്തത്തിൽ പുലർത്തുന്ന മനോഭാവമാണത്. ആരുടെ ദുഃഖവും സ്വന്തം പോലെ അനുഭവപ്പെടുന്ന ആർദ്രതാഭാവവുമാണത്. ശത്രുവിനോടും സൗഹൃദഭാവം പുലർത്താൻ പോരുന്ന ഹൃദയവിശാലതയുമാണത്. യേശു മലയിലെ പ്രസംഗത്തിൽ ഉപദേശിച്ചിട്ടുള്ള മുഴുവൻ ജീവിതമൂല്യങ്ങളും സൗമ്യതയും കരുണയും ഹൃദയശുദ്ധിയും
നീതിബോധവും നീതിക്ക് വേണ്ടി പാടുപെടാനുള്ള ധാർമ്മിക ധീരതയും സമാധാനകാംക്ഷയും അഹന്തയില്ലായ്മയുമെല്ലാം ഇതേ ആധ്യാത്മിക ഭാവത്തിൻ്റെ പരാർത്ഥതാഭാവത്തിൻ്റെ വെളിപ്പെടലുകളാണ്. ഒപ്പം മറ്റാർക്കും ദോഷമാകാത്ത വിധത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ സൗന്ദര്യ സുഖസമൃദ്ധികളും പാപബോധമേതുമില്ലാതെ ആസ്വദിച്ച് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യബോധവും അത് നൽകുന്നു. അങ്ങനെ ഏതു വശത്തു കൂടെ നോക്കിയാലും ജീവിതത്തെ സമ്പന്നമാക്കുകയാണ് ആധ്യാത്മികത ചെയ്യുന്നത് എന്ന് കാണാം. ആധ്യാത്മികതയും ശാബത്ത് എന്നുപോലെ മനുഷ്യന് വേണ്ടിയാണെന്ന് ഇവിടെ വ്യക്തമാകുന്നു. മനുഷ്യനിൽ അന്തർഹിതമായിരിക്കുന്ന വിശേഷബുദ്ധിയെ അവനവൻ്റെ നേട്ടത്തിന് മാത്രമായി സങ്കോചിപ്പിച്ച് നിർത്താതെ മറ്റുള്ളവരിലേക്കും ഈ പ്രകൃതി മുഴുവനിലേക്കും വികസിതമാകാൻ അനുവദിച്ചാലുണ്ടാകുന്ന ഉന്നതമായ ഭാവാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത. അത് ജീവിതത്തിന് ലക്ഷ്യബോധം നൽകി മനുഷ്യരെ ഊർജ്ജസ്വലരാക്കുന്നു. ജീവിതത്തിന് അർത്ഥം നൽകി സാഫല്യബോധം അനുഭവിപ്പിക്കുന്നു. തൻ്റെയും സമൂഹത്തിൻ്റെയും ജീവിതത്തെ ആനന്ദകരമാക്കുന്നു. മറ്റുള്ളവരുടെ സ്നേഹവും കാരുണ്യവും കാണിക്കുന്നവർക്ക് മറ്റുള്ളവരിൽ നിന്നും തിരിച്ചും അവ ലഭിക്കുമെന്നതിനാൽ ആധ്യാത്മിക ഭാവത്തോടെ പരാർത്ഥതാ ഭാവത്തോടെ ജീവിക്കുന്നവരുടെ വ്യാവഹാരിക ജീവിതവും സമൃദ്ധവും സന്തോഷകരവും സുരക്ഷിതവുമായിരിക്കും. നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും തേടുക, അങ്ങനെയെങ്കിൽ ഇവയൊക്കെയും കൂടി നിങ്ങൾക്ക് നൽകപ്പെടും എന്ന യേശുവിൻ്റെ വാക്കുകൾ അർത്ഥമാക്കുന്നത് അതാണ്. സാമൂഹികമായി നോക്കിയാലാകട്ടെ അത് മാനുഷിക മൂല്യങ്ങളിൽ അടിത്തറയിട്ട ഒരു പുതിയ സമൂഹ സൃഷ്ടിക്ക് വഴി തുറക്കുകയും ചെയ്യും. ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കാനുള്ളത്, മനുഷ്യൻ ബോധപൂർവം പരിശ്രമിക്കാതെ അവൻ്റെ സ്വാർത്ഥതാ ഭാവത്തിൽ നിന്ന് പരാർത്ഥതാ ഭാവത്തിലേക്ക്, സംസ്കൃതിയിലേക്ക്, ആധ്യാത്മികതയിലേക്ക് ഉയരാനാവില്ല എന്നതാണ്. ഉയരാൻ സ്വയം ശ്രമിക്കുന്നില്ലെങ്കിൽ ആ സ്വാർത്ഥത തളം കെട്ടി നിന്ന് ദുഷിച്ച് സ്വകാര്യമാത്രപരതയെന്ന വികൃതിയിലേക്ക് സ്വയം താഴുകയും ചെയ്യും. സാധാരണ ഭക്തജനങ്ങളുടെ മനസ്സുകൾ അവരുടെ സ്വന്തം വ്യാവഹാരിക കാര്യങ്ങളിൽ മാത്രം വ്യാപരിക്കുന്നതിൻ്റെ, സ്വകാര്യമാത്രപരമായി തീരുന്നതിൻ്റെ കാരണം ഇവിടെ വെളിപ്പെടുന്നുണ്ട്. അതായത് അനുഷ്ഠാനങ്ങൾ കൊണ്ട് തന്നെ കൃതകൃത്യരാകുന്ന ഇവരിൽ മനസ്സിനെ ഉണർത്താനും ഉയർത്താനും വിശാലമാക്കാനുമുള്ള ആവശ്യബോധം പോലും അസ്തമിക്കുകയാണ്. വ്യക്തികളുടെ കാര്യത്തിലെന്ന പോലെ മതസമൂഹത്തിനും പൊതുസമൂഹത്തിനുമെല്ലാം ഈ തത്വം ബാധകമാണ്. ആലസ്യം ബാധിച്ചാൽ ഉള്ള വ്യക്തിത്വവും ഇല്ലാതാകുമല്ലോ. സ്വാതന്ത്ര്യം കിട്ടി ഇനി ഉറങ്ങാമെന്ന് ഒരു ജനത കരുതിയാൽ കിട്ടിയ സ്വാതന്ത്ര്യവും നഷ്ടമാകും. വിദേശമെത്രാന്മാർ പോയി നാട്ടുമെത്രാന്മാർ വന്നല്ലോ, ഇനി വിശ്രമിക്കാം എന്നാശ്വസിച്ച കേരള കത്തോലിക്ക സമൂഹത്തെ സായിപ്പ് മെത്രാന്മാരായി മാറിയ നാട്ടുമെത്രാന്മാരാണ് ഇന്ന് നയിക്കുന്നതെങ്കിൽ അത് സ്വാഭാവികം മാത്രം. പറഞ്ഞു വരുന്നത്, പുരോഹിത ചർവിത ചർവണം കൊണ്ട് രൂപഭാവമാറ്റങ്ങൾ വന്നു കഴിഞ്ഞ ആധ്യാത്മിക ഭൗതിക പദദ്വയങ്ങളുടെ അർത്ഥഗ്രഹണം നടത്തേണ്ടത് പച്ചയായ ജീവിതത്തിൽ അവരനോടുള്ള മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കേണ്ടതുണ്ട് എന്നാണ്. ആധ്യാത്മികത എന്ന് പുരോഹിതർ ആവർത്തിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ആധ്യാത്മികത തന്നെയോ എന്നുറപ്പിക്കാൻ അക്കാര്യത്തെ തികച്ചും മാനുഷികമായ പരാർത്ഥതാഭാവം എന്ന പദത്തിൽ ഉരച്ചു നോക്കണമെന്നാണ്. അങ്ങനെ മാറ്റുരച്ച് നോക്കുന്ന പക്ഷം മതമേലാളന്മാർ പറയുന്നതിൽ 99% കാര്യങ്ങളിലും സ്വകാര്യമാത്രപരത, ഭൗതികത തെളിഞ്ഞു വരുന്നത് കാണാം. ഇവിടെ സ്വകാര്യമാത്രപരത ഒരു വ്യക്തിയുടേതായിരിക്കണമെന്നില്ല, മുഴുവൻ പുരോഹിത വിഭാഗത്തിൻ്റേത് തന്നെയാകാം. ഒരുപക്ഷെ അവരുടെ സ്ഥാപനപരമായ നിക്ഷിപ്ത താല്പര്യങ്ങളായിരിക്കാം തെളിഞ്ഞു വരുന്നത്. ആധ്യാത്മികതയെ പരാർത്ഥതാ ഭാവമായി മനസ്സിലാക്കിയാൽ യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ അസ്ഥിവാരമാണതെന്ന് കണ്ടെത്താനാകും. ആ അസ്ഥിവാരത്തിൽ നിന്ന് നോക്കിയാൽ പരസ്പരം സ്നേഹിക്കുകയും ആദരിക്കുകയും കൈത്താങ്ങാകുകയും ചെയ്ത് ഉദാത്തമായ ഒരു കുടുംബബോധത്തിൽ ജീവിക്കുന്ന സമൂഹങ്ങളുടെ കൂട്ടായ്മകളായി പരസ്പരാനന്ദത്തിൽ കൈകോർത്ത് പുലരുന്ന മനുഷ്യരാശിയുടെ സമ്മോഹന ചിത്രം സഹൃദയർക്ക് ഭാവനയിൽ കാണാൻ കഴിയും. എല്ലാ മതദർശനങ്ങളും ദീർഘദർശനം ചെയ്യുന്ന ഈ സാധ്യത സംഭവ്യമാകണമെങ്കിൽ ആദ്യമായി തന്നെ ഇന്ന് വ്യവസ്ഥാപിതമായിരിക്കുന്ന പുരോഹിത മത ആധ്യാത്മികതയെ വ്യാജമെന്ന് തിരിച്ചറിഞ്ഞ് തിരസ്കരിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം യേശുവിൻ്റെ മാനുഷിക അടിത്തറയുള്ള പ്രബോധനങ്ങൾ വിരചിക്കുന്ന യഥാർത്ഥ ആധ്യാത്മികതയെ പരാർത്ഥതാഭാവത്തെ ഉണരേണ്ടിയും ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, സ്നേഹം.